മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആദ്യ 2 എപ്പിസോഡുകളിൽ ടൈപ്സ് ഓഫ് റിലേഷൻസുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും അതിന്റെ തുടർച്ചയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യ 2 എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ 3ാമത്തെ എപ്പിസോഡ് കാണുക. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ടൈപ്സ് ഓഫ് റിലേഷനുമായി ബന്ധപ്പെട്ട് റിഫ്ലക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇക്വലൻസ് റിലേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിന്റെ തുടർച്ചയാണ്. തീർച്ചയായും എന്താണ് ഇക്വലൻസ് റിലേഷൻ എന്ന് അറിയണം. A relation R is said to be an equivalence relation if it is reflexive, symmetric and transitive. ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ ആ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന്റെയൊക്കെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ടൈപ്സ് ഓഫ് റിലേഷനുമായി ബന്ധപ്പെട്ട 10 പ്രോബ്ലംസ് ആണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. സിമ്പിൾ ക്വസ്റ്റ്യൻ. ലെറ്റ് L be the set of all lines in a plane and R be the relation in L defined as R equal to ordered by L1, L2 such that L1 is parallel to L2. Show that the relation R is an equivalence relation. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ കൺസിഡർ ചെയ്ത സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റിയൽ നമ്പർ, അല്ലെങ്കിൽ ഇൻഡിജർ, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ, ഇങ്ങനെ നമ്പേഴ്സുമായി ബന്ധപ്പെട്ടായിരുന്നു സെറ്റ്. ഇവിടെ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ. അതെന്തെന്ന് എടുക്കുന്നു? എൽ എന്നെടുക്കുന്നു. അപ്പൊ ഇവിടത്തെ സെറ്റ് എന്താണ്? എൽ. ദാറ്റ് ഈസ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലുള്ള എല്ലാ ലൈൻസും, അതാണ് നമ്മുടെ ഗിവൺ സെറ്റ്. ഈ എല്ലിൽ നിന്ന് എല്ലിലേക്കുള്ള ഒരു റിലേഷൻ ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. 2 ലൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ എലമെന്റ്, ആ ഓർഡേർഡ് പെയർ L1, L2 ഈ റിലേഷനകത്ത് വരണമെങ്കിൽ ആ 2 ലൈൻസും എന്തായിരിക്കണം? പാരലൽ. അതാണ് നമ്മുടെ റിലേഷൻ. ഇത് ഒരു ഇക്വലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. ഇക്വലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ റിലേഷൻ ഈസ് റിഫ്ലക്സീവ്. നോക്കിക്കോളൂ, നിങ്ങൾക്കറിയാം വി ഹാവ് every line is parallel to itself. Suppose ഇത് ഒരു ലൈൻ, ആ ലൈൻ അതിന് തന്നെ പാരലൽ അല്ലേ? പാരലൽ ആണ്. സോ വി ഹാവ് every line is parallel to, ഈ പാരലൽ എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി, parallel to itself. എന്താണ്? we have every line is parallel to itself എന്ന് പറഞ്ഞാൽ L1 is എന്താണ്? parallel to L1 എന്ന് എഴുതിക്കൂടെ? L1 parallel to L2 ആണെങ്കിൽ L1, L2 element of R. L1 parallel to L1 എന്ന് പറഞ്ഞാൽ L1, L1 element of R എന്ന് എഴുതാം. For all L1 element of capital L. Capital L എന്ന് പറയുന്നത് set of all lines in the plane. So every element is related to itself എന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞു. Therefore the relation R is എന്താണ്? Reflexive. ഡെഫിനിഷൻ ഒക്കെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സംഗതി സിമ്പിൾ അല്ലേ? Every line is parallel to itself. That means the line L1 is parallel to L1 also. L1 parallel to L1 എന്ന് പറഞ്ഞാൽ L1 related to L1 എന്ന് എഴുതാം. For all L1 element of L. Hence the relation R is reflexive. നെക്സ്റ്റ്, ഈ റിലേഷൻ സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യാൻ സപ്പോസ് L1, L2 എലമെന്റ് ഓഫ് R implies L1 related to L2 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? L1 is parallel to L2. വേർഡ്സിൽ എഴുതാം, നൊട്ടേഷൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. എന്താണ്? L1 is parallel to L2. Parallel to L2 വേണമെങ്കിൽ 2 കൂടെ എഴുതിക്കോളൂ. Parallel to L2. L1 is parallel to L2 which implies ഇത് L1 എന്ന് പറയുന്ന ലൈൻ. നെക്സ്റ്റ് മറ്റൊരു ലൈൻ അതിന് പാരലൽ ആയിട്ടുള്ളത് L2. L1 ഉം L2 ഉം പാരലൽ എങ്കിൽ തിരിച്ച് L2 ഉം L1 ഉം എന്ത് തന്നെയാണ്? പാരലൽ ആയിരിക്കും. ക്ലിയർലി L2 ഈസ് പാരലൽ ടു എന്തെഴുതാം? L1 എന്നെഴുതാം. L1 ഈസ് പാരലൽ ടു L2 ആണെങ്കിൽ L1, L2 എലമെന്റ് ഓഫ് R. ഹിയർ എന്താണ്? L2 ഈസ് പാരലൽ ടു L1. Therefore L2, L1 എലമെന്റ് ഓഫ് R എന്ന് പറയാം. L1, L2 ഉണ്ടെങ്കിൽ തിരിച്ച് L2, L1 ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. Therefore R is എന്താണ്? സിമെട്രിക് എന്ന് എഴുതാം. ശരിയല്ലേ? നെക്സ്റ്റ് we have to prove that the relation R is transitive. അതിനുവേണ്ടി L1, L2
അടുത്ത് ഈ L2 ൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ L2, L3 എലമെന്റ് ഓഫ് R എന്ന് എടുക്കുക. ഓർഡേർഡ് പെയർ L1, L2 and ഓർഡേർഡ് പെയർ L2, L3 എലമെന്റ് ഓഫ് R implies L1, L2 എലമെന്റ് ഓഫ് R എന്ന് പറഞ്ഞാൽ L1 പാരലൽ ടു L2 എന്ന് പറയാം. L1 പാരലൽ ടു L2 and L2, L3 എലമെന്റ് ഓഫ് R എന്ന് പറഞ്ഞാൽ L2 പാരലൽ ടു L3 എന്ന് പറയാം. which implies L1 ഉം L2 ഉം പാരലൽ. അടുത്തെന്താ പറഞ്ഞേ? L2 ന് പാരലൽ ആണ് L3. L2 ന് പാരലൽ ആണ് L3. അപ്പൊ ഇത് L3 എന്നിരിക്കട്ടെ. L1 is parallel to എന്താണ്? ആദ്യം L2 എന്ന് പറഞ്ഞു. Now L2 is parallel to this line L3. L1 ഉം L2 ഉം പാരലൽ, L2 ഉം L3 ഉം പാരലൽ എങ്കിൽ തീർച്ചയായും ഇത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? L1 ഉം L3 ഉം എന്താണ്? പാരലൽ എന്ന് കിട്ടും. അത് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ആണ്, വളരെ സിമ്പിൾ ആണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. L1 പാരലൽ ടു എന്താണ്? L3. L1 പാരലൽ ടു L2 ആണെങ്കിൽ L1, L2 എലമെന്റ് ഓഫ് R. L1 പാരലൽ ടു L3 ആയതുകൊണ്ട് L1, L3 എലമെന്റ് ഓഫ് R for all L1, L2, L3 എലമെന്റ് ഓഫ് L. ഇവിടെയും അത് എഴുതണം കേട്ടോ. for all L1, L2 എലമെന്റ് ഓഫ് ക്യാപിറ്റൽ L. അത് നിർബന്ധമായിട്ട് എഴുതുക. therefore അവിടെ R is symmetric എന്ന് കിട്ടി. ഇവിടെ എന്ത് എഴുതാം? ഈ L1, L2, L3 എലമെന്റ് ഓഫ് R ആണെങ്കിൽ L1, L3 is also in the relation എന്ന് പ്രൂവ് ചെയ്തു. therefore R is എന്താണ്? transitive. Since the relation R is reflexive, symmetric and transitive, it is an equivalence relation. മസ്റ്റ് ആയിട്ട് ഈ ലാസ്റ്റ് സെന്റൻസ് എഴുതേണ്ടതുണ്ട്. ഇതുവരെ എക്സാമിനേഷൻ ചോദിച്ചിട്ടില്ല. ജോമെട്രിക്കൽ ഐഡിയയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഒരു പ്രോബ്ലം, വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 12. കഴിഞ്ഞ പ്രോബ്ലത്തിന് സമാനമായ മറ്റൊരു പ്രോബ്ലം. Let L be the set of all lines in a plane and R be the relation in L defined as R equal to ordered pair L1, L2 such that L1 is perpendicular to L2. Show that the relation R is symmetric but neither reflexive nor transitive. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടുത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലെ എല്ലാ ലൈൻസും കൺസിഡർ ചെയ്യുക. ഈ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്കുള്ള റിലേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? ഓർഡേർഡ് പെയർ L1, L2 such that L1 is perpendicular to L2. ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ ഓർഡേർഡ് പെയർ ഈ റിലേഷനകത്ത് ഉണ്ടാകും. ഈ റിലേഷൻ സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യണം, റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അല്ല എന്ന് പ്രൂവ് ചെയ്യണം. First of all, we have to prove that the relation R is symmetric. For that, let L1, L2 element of R, which implies L1 is perpendicular to L2. Perpendicular എന്നുള്ളത് വേർഡ്സിൽ എഴുതുന്നതിന് പകരം ഈ നൊട്ടേഷൻ യൂസ് ചെയ്താൽ മതി. TA തലതിരിച്ചിടുക, നിങ്ങൾക്കറിയാം. So L1 is perpendicular to L2. For L1 ഇതാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ L2 വരച്ചു. L1 ഉം L2 ഉം പെർപെൻഡിക്കുലർ. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം L2 is also perpendicular to L1. L2 ഉം L1 ഉം എന്ത് തന്നെയാണ്? പെർപെൻഡിക്കുലർ. which implies L2 is also perpendicular to L1. which implies L1 perpendicular to L2 ആണെങ്കിൽ L1, L2 element of R. L2 perpendicular to L1 എന്ന് പറഞ്ഞാൽ L2, L1 element of R for all L1, L2 element of capital L. Therefore the relation R is symmetric. സംഗതി സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. Next we have to prove that the relation R is not reflexive. അതിനുവേണ്ടി നമുക്കറിയാം എന്താണ്? ഇത് L1 എന്നിരിക്കട്ടെ, അതേ ലൈൻ വീണ്ടും വരച്ചു L1. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണോ? ഒരിക്കലും അല്ല. അപ്പൊ നമുക്ക് എന്തെഴുതാം? We have the line L1 is not perpendicular to L1. ഒരിക്കലും L1 പെർപെൻഡിക്കുലർ ടു L1 ആകത്തില്ല. ഇതാണ് L1 എന്നല്ലേ? വീണ്ടും അതേ ലൈൻ വരച്ചു, രണ്ട് പെർപെൻഡിക്കുലർ ആവോ? ഒരിക്കലും ആകത്തില്ല. Therefore L1 is not perpendicular to L1 എന്ന് പറഞ്ഞാൽ L1, L1 not an element of R. Therefore the relation R is എന്താണ്? Not reflexive എന്ന് പറയാം. Next we have to prove that the relation R is not transitive. അതിനുവേണ്ടി ആദ്യം L1, L2 element of R എടുക്കുക. Next L2 ൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു റിലേഷൻ L2, L3 element of R. മറ്റൊരു എലമെന്റ് എടുത്തു L2, L3 element of R, which implies L1, L2 element of R എന്ന് പറഞ്ഞാൽ L1
പെർപെൻഡിക്കുലർ ടു L2 എന്ന് പറയാം. ആൻഡ് L2, L3 എലമെന്റ് ഓഫ് R എന്ന് പറഞ്ഞാൽ L2 പെർപെൻഡിക്കുലർ ടു L3 എന്നും പറയാം. Which implies L1 പെർപെൻഡിക്കുലർ ടു L2 എന്ന് പറഞ്ഞാൽ ഈ കേസ് L1 ഉം L2 പെർപെൻഡിക്കുലർ. നെക്സ്റ്റ് അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? L2 പെർപെൻഡിക്കുലർ ടു L3 എങ്ങനെ വരയ്ക്കാം? L2 പെർപെൻഡിക്കുലർ ടു L3. L1 പെർപെൻഡിക്കുലർ ടു L2 വരച്ചു. നെക്സ്റ്റ് L2 പെർപെൻഡിക്കുലർ ടു L3. ഈ L2 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ലൈൻ അതെന്താണ്? L3. അപ്പോൾ L2 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരണമെങ്കിൽ ഇങ്ങനെ വരണം. അപ്പോൾ L2 പെർപെൻഡിക്കുലർ ടു L3. ഈ കണ്ടീഷൻ ഓക്കെ ആയി. നൗ ഈ L1 ഉം L3 ഉം പെർപെൻഡിക്കുലർ ആകുമോ? ഈ ലൈൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി. L1 ഉം L3 എന്താണ്? പെർപെൻഡിക്കുലർ ആകുമോ? ഇല്ല, പാരലലേ ആകത്തുള്ളൂ. സോ L1 cannot be perpendicular to L3 എന്ന് പറഞ്ഞാൽ ചുരുക്കി ഇങ്ങനെ എഴുതാം: L1, L3 not an element of R. ശരിയല്ലേ? L1 ഉം L3 ഉം എന്താണ്? ഒരിക്കലും പെർപെൻഡിക്കുലർ ആകത്തില്ല എന്ന് പറഞ്ഞാൽ L1, L3 not an element of R. Therefore the relation R is not transitive. Give an example for a relation which is symmetric but neither reflexive nor transitive എന്ന് ചോദിച്ചാൽ ഈ എക്സാമ്പിൾ നമുക്ക് എഴുതാൻ സാധിക്കും. Next question. Let T be the set of all triangles in a plane. Consider the relation R equal to ordered pair T1, T2 such that T1 is congruent to T2 on capital T. Show that R is an equivalence relation. അപ്പോൾ ഇവിടുത്തെ സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലുള്ള എല്ലാ ട്രയാങ്കിൾസും അടങ്ങുന്ന സെറ്റ്, അതാണ് ക്യാപിറ്റൽ T. ആ സെറ്റിൽ നിന്ന് അതേ സെറ്റിലേക്കുള്ള ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓർഡേർഡ് ബൈ T1, T2 such that എന്താണ് റിലേഷൻ? ട്രയാങ്കിൾ T1 ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ T2. ഈ റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ? കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് എന്ത് പറയുന്നത്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ്സും കറസ്പോണ്ടിങ് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ അതൊക്കെ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. ഫോർ ദാറ്റ് വി ഹാവ് triangle T1 is congruent to triangle T1. Every triangle is congruent to itself. അപ്പോൾ clearly T1 congruent to T1 എന്ന് എഴുതാം. ഇത് triangle T1, ഇതും triangle T1. അവയുടെ രണ്ടിന്റെയും corresponding sidesഉം anglesഉം equal ആയിരിക്കും. So they are clearly congruent. So T1 is congruent to T1 എന്ന് എഴുതാം. T1 congruent to T2 ആണെങ്കിൽ T1, T2 element of R. Here T1 congruent to T1 എന്ന് പറഞ്ഞാൽ T1, T1 element of R for all T1 element of T എന്ന് പറയാം. എല്ലാ എലമെന്റിനും അതിനോട് തന്നെ ബന്ധമുണ്ട്. Therefore the relation R is എന്താണ്? റിഫ്ലെക്സീവ്. ഒത്തിരി പ്രോബ്ലംസ് നമ്മൾ ചെയ്തു റിഫ്ലെക്സീവ് എന്നൊക്കെ പ്രൂവ് ചെയ്യാനുള്ളത്. ഐഡിയ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. So first case ആയി. Next we have to prove that the relation R is symmetric. For that T1, T2 element of R, which implies T1, T2 element of R എന്ന് പറഞ്ഞാൽ T1 is congruent to T2 എന്ന് പറയാം. Which implies, suppose ഇത് T1, ഇതെന്തിരിക്കട്ടെ T2. ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ്. T1 ഉം T2 ഉം കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എങ്കിൽ തിരിച്ച് T2 ഉം T1 ഉം എന്തിനാണ്? കോൺഗ്രുവന്റ് ആണ്. Clearly T2 congruent to T1, which implies T2 congruent to T1 ആയതുകൊണ്ട് T2, T1 element of R എന്ന് എഴുതാം. For all T1, T2 element of capital T. അല്ലെ, T1, T2 ഉണ്ടെങ്കിൽ തിരിച്ച് T2, T1 ആ റിലേഷനകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്തു. Therefore R is എന്താണ്? സിമെട്രിക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫാണ്. Next we have to prove that the relation R is transitive. For that T1, T2 element of R. Next T2, T3 element of R. T1, T2 relation ആത്തുണ്ട്. Next T2, T3 element of R implies T1, T2 element of R എന്ന് പറഞ്ഞാൽ T1 congruent to T2 and next T2, T3 element of R എന്ന് പറഞ്ഞാൽ T2 ഉം T3 ഉം congruent ആണ്. T2 congruent to എന്താണ്? T3, which implies ഇത് T1 ഇത് T2. അതേപോലത്തെ അതിന് കോൺഗ്രുവന്റ് ആയിട്ടുള്ള മറ്റൊരു ട്രയാങ്കിൾ T3. T1 ഉം T2 ഉം കോൺഗ്രുവന്റ്. അടുത്ത് T2 ഉം T3 ഉം കോൺഗ്രുവന്റ്. ക്ലിയർലി ഇത് രണ്ടും തന്നെ ആയിരിക്കും? കോൺഗ്രുവന്റ് ആയിരിക്കും. അതായത് which implies T1 congruent to
T3 എന്ന് നമുക്ക് എഴുതാം. which implies T1, T1 congruent to T2 എന്ന് പറഞ്ഞാൽ T1, T2 element of R. T1 congruent to T3 എന്ന് പറഞ്ഞാൽ T1, T3 element of R. For all, അത് മറക്കാതെ എഴുതുക, T1, T2, T3 element of capital T, set of all triangles in the plane. Okay, അപ്പോൾ T1, T2, T3 element of R ആണെങ്കിൽ T1, T3 is also in that relation എന്ന് പ്രൂവ് ചെയ്തു. Therefore, R is എന്താണ്? Transitive. Final sentence മറന്നു പോകരുത്. Since the relation R is reflexive, symmetric and transitive, it is an equivalence relation. Simple question, important question also. Next question. Consider the relation R on the set of all real numbers given by R equal to ordered pair x, y such that x less than or equal to y. Show that the relation R is reflexive and transitive but not symmetric. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല, സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ എന്താണ് റിലേഷൻ? ഓർഡേർഡ് പെയർ x, y എലമെന്റ് ഓഫ് R ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? x less than or equal to y. So first of all, we have to prove that the relation R is reflexive. അല്ലേ? റിഫ്ലെക്സീവ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഒന്നോ രണ്ടോ എക്സാമ്പിൾ പോരാ. കാരണം ഇവിടെ റിലേഷൻ ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ. ആ റിലേഷനകത്ത് ഒത്തിരി എലമെന്റ്സ് ഉണ്ട്. എല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ജനറൽ രീതിയിൽ തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. We have, നമുക്കറിയാം, x less than or equal to x. x എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ആണ്. ഇത് ട്രൂ ആണ് ഓൾവേസ്. സോ നമുക്ക് എന്തറിയാം? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആണെങ്കിൽ x, y എലമെന്റ് ഓഫ് R. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ എന്താണ്? x, x എലമെന്റ് ഓഫ് R. ഫോർ ഓൾ x എലമെന്റ് ഓഫ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അല്ലെ? റിയൽ നമ്പേഴ്സിലാണ് നമ്മുടെ എന്താണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ എവരി എലമെന്റ് ഈസ് എന്താണ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് എന്ന് കിട്ടി. ഹെൻസ് R ഈസ് റിഫ്ലെക്സീവ് എന്ന് എഴുതാം. വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് x, y then y, z എലമെന്റ് ഓഫ് R implies x, y എലമെന്റ് ഓഫ് R എന്ന് പറഞ്ഞാൽ x less than or equal to y. y, z element of R എന്ന് പറഞ്ഞാൽ y less than or equal to z, which implies x is less than or equal to y and y is less than or equal to z. Then clearly we can write x is less than or equal to z. y യെക്കാളും ചെറുതാണ് x, അടുത്ത് z നെക്കാളും ചെറുതാണ് y. അപ്പൊ സ്വാഭാവികമായിട്ടും x എന്ന് പറയുന്നത് z നെക്കാളും എന്തായിരിക്കും? ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. സോ ക്ലിയർലി x less than or equal to z എന്ന് പറയാം. x less than or equal to y ആണെങ്കിൽ x, y എലമെന്റ് ഓഫ് R. x less than or equal to z ആയതുകൊണ്ട് x, z എലമെന്റ് ഓഫ് R എന്ന് എഴുതാം. For all x, y, z element of set of all real numbers. So x, y, z relation ആത്തുണ്ടെങ്കിൽ x, z is also in that relation എന്ന് പ്രൂവ് ചെയ്തു. Therefore the relation R is transitive. Reflexive എന്ന് പ്രൂവ് ചെയ്തു, ട്രാൻസിറ്റീവ് എന്ന് പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് we have to prove that the relation is not symmetric. നോട്ട് എന്ന് പ്രൂവ് ചെയ്യാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. നമുക്ക് ശരി എന്ന് കാണിക്കണമെങ്കിലാണ് ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പ്രൂഫിന്റെ ആവശ്യം. തെറ്റെന്ന് കാണിക്കാൻ സ്റ്റാൻഡേർഡ് പ്രൂഫ് ഒന്നും വേണ്ട, അങ്ങനെയും പ്രൂവ് ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ശരിയല്ലേ? ജീവിതത്തിലും നമ്മൾ നല്ലവരാണെന്ന് കാണിക്കാൻ എല്ലായ്പ്പോഴും നല്ലവരായിട്ട് തന്നെ ഇരിക്കണം. തെറ്റുകാരനെന്ന് കാണിക്കാൻ ചെറിയൊരു തെറ്റ് കാണിച്ചാൽ മതി. അത് തന്നെയാണ് ഈ പ്രോബ്ലത്തിന്റെ കേസിലും. ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ അത് നോട്ട് സിമെട്രിക് എന്ന് പ്രൂവ് ചെയ്യാം. നോക്കിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ 1, 2 എലമെന്റ് ഓഫ് R. ഈ സംഗതി റിലേഷനകത്തുണ്ട്. ഉണ്ടോ? വെറുതെ എഴുതാൻ പറ്റത്തില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നോക്കിക്കോ, 1 less than or equal to 2. രണ്ടിനേക്കാളും ചെറുതല്ലേ 1 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെ ആണ്. സോ 1, 2 എലമെന്റ് ഓഫ് R implies നെക്സ്റ്റ് 2, 1 എലമെന്റ് ഓഫ് R ആണോ? 1, 2 റിലേഷനകത്തുണ്ട് എങ്കിൽ 2, 1 റിലേഷനകത്തുണ്ടോ? 2, 1 റിലേഷനകത്ത് വരണമെങ്കിൽ 2 less than or equal to 1. ഈ കണ്ടീഷൻ ട്രൂ ആയിരിക്കണം. 2 less than or equal to 1. ഒന്നിനേക്കാളും ചെറുതാണ് 2. ശരിയാണോ? തെറ്റ്. അപ്പോൾ ഈ സംഗതി റിലേഷനകത്തില്ല. 2, 1 not an element of R. 1, 2 ഉണ്ട്, പക്ഷെ 2, 1 ഇല്ല. സംഗതി പൊളിഞ്ഞു. Therefore R is എന്താണ്? Not symmetric.
ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ ഉണ്ടെങ്കിൽ തിരിച്ചുള്ള ഓർഡേർഡ് പെയറും ആ റിലേഷനകത്ത് ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കണം എല്ലാ കേസിലും, എങ്കിലേ സിമെട്രിക് എന്ന് പറയാൻ പറ്റൂ. ഇവിടെ അല്ല എന്ന് കാണിക്കാനാണ്. അപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മതി അത് തെറ്റെന്ന് പ്രൂവ് ചെയ്യാൻ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇതിന് സമാനമായ ഒരു 2 ക്വസ്റ്റ്യൻ കൂടെയാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ: കൺസിഡർ ദ റിലേഷൻ R on the set of all real numbers given by R equal to ordered pair x comma y such that x less than or equal to y square. Show that R is neither reflexive, transitive nor symmetric. ഈ റിലേഷൻ റിഫ്ലെക്സീവുമല്ല, ട്രാൻസിറ്റീവുമല്ല, സിമെട്രിക്കുമല്ല എന്ന് പ്രൂവ് ചെയ്യണം. അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. സോ ആദ്യം ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. എവരി എലമെന്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് എന്ന് പ്രൂവ് ചെയ്യണം. നോക്കിക്കോളൂ, വി ഹാവ്, നിങ്ങൾക്കറിയാം 1/2, 1/2 ഇത് റിലേഷനകത്തുണ്ടോ? 1/2 എലമെന്റ് ഓഫ് 1/2, 1/2 എലമെന്റ് ഓഫ് R ആകണമെങ്കിൽ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ സ്ക്വയർ. ആ കണ്ടീഷൻ ട്രൂ ആകണം. അത് ട്രൂ ആണോ? 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ സ്ക്വയർ. ഇത് ട്രൂ ആണെങ്കിൽ അത് റിലേഷനകത്തുണ്ട്. ഇത് ട്രൂ ആണോ ഈ ഇനിക്വാളിറ്റി? അല്ല. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/4. 1/4 ചെറുതാണ് 1/2. കാലിനേക്കാളും ചെറുതാണ് അര എന്ന് കിട്ടി. അത് തെറ്റ്. അപ്പൊ 1/2, 1/2 റിലേഷനകത്തില്ല. എവരി എലമെന്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫിന് ഒരു എക്സാമ്പിൾ കിട്ടി. 1/2, 1/2 നോട്ട് ആൻ എലമെന്റ് ഓഫ് R. Therefore R is not reflexive. നെക്സ്റ്റ്, ഈ റിലേഷൻ സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ഈ റിലേഷനകത്തുള്ള ഒരു ഓർഡേർഡ് പെയർ കണ്ടെത്തുക. 1, 2 എലമെന്റ് ഓഫ് R. ഇത് റിലേഷനകത്തുണ്ട്, ശരിയല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ടാമത്തെ സ്ക്വയർ, അതാണ് ഇവിടുത്തെ റിലേഷൻ കേട്ടോ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ 4. ഇതെന്താണ്? ട്രൂ ആണ്. 4നേക്കാളും ചെറുതാണ് 1. അപ്പൊ 1, 2 എലമെന്റ് ഓഫ് R. വിച്ച് ഇംപ്ലൈസ് തിരിച്ച് 2, 1 ഉണ്ടോ? എലമെന്റ് ഓഫ് R ആണോ? അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവോ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ന്റെ സ്ക്വയർ, അത് 1 തന്നെയാണ്. 1നേക്കാളും ചെറുതാണ് 2 എന്ന് കിട്ടി, ശരിയാണോ? തെറ്റ്. അപ്പൊ ഈ ഇനിക്വാളിറ്റി നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ 2, 1 റിലേഷനകത്ത് ഇല്ല. 2, 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് R. 1, 2 കൊണ്ട് തിരിച്ച് 2, 1 ഇല്ല. അപ്പൊ കണ്ടീഷൻ തെറ്റി. Therefore R is not symmetric. നെക്സ്റ്റ്, ഈ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ തുടർച്ചയായിട്ടുള്ള 2 ഓർഡേർഡ് പെയർസ് ഈ റിലേഷനകത്തുള്ള കണ്ടെത്തണം. അപ്പൊ ആദ്യം ഇതാണ് 2, അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടീസിൽ കൂടെ എഴുതാൻ പറ്റത്തുള്ളൂ. ഞാൻ എഴുതാം 2, -3 ഇത് ഈ റിലേഷനകത്തുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, അത് പ്രൂവ് ചെയ്യണം. ആണോ? നോക്കിയോക്കെ. 2, -3 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3യുടെ സ്ക്വയർ 9. 9നേക്കാളും ചെറുതല്ലേ 2 ആണ്. അപ്പൊ ഇത് റിലേഷനകത്തുണ്ട്. അടുത്ത് ഈ -3 സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു റിലേഷൻ ഓർഡേർഡ് പെയർ എഴുതണം. -3, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ എഴുതണം. -3, 1 എന്ന് ഞാൻ എഴുതി, ശരിയാണോ? -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ന്റെ സ്ക്വയർ എന്താണ്? 1. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1നേക്കാളും ചെറുതല്ലേ -3 ആണ്. അപ്പൊ -3, 1 എവിടെയുണ്ട്? റിലേഷനകത്തുണ്ട്. 2, -3 ഉണ്ടെന്ന് പറഞ്ഞു. -3, 1 റിലേഷനകത്തുണ്ടെന്ന് പറഞ്ഞു. വിച്ച് ഇംപ്ലൈസ് 2, 1 റിലേഷനകത്തുണ്ടോ? 2, 1 റിലേഷനകത്തുണ്ടോ? ഉണ്ടാകണമെങ്കിൽ ആ ഇനിക്വാളിറ്റി പ്രൂവ് ചെയ്യണം, അല്ലെ? ട്രൂ ആകണം. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് 1ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഇത് ശരിയാണോ? 2, 1 എന്താണ്? ആ റിലേഷനകത്ത് ഉണ്ടാകണമെങ്കിൽ ഈ ഇനിക്വാളിറ്റി ട്രൂ ആകണം. ആ ഇനിക്വാളിറ്റി കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 1നേക്കാളും ചെറുതാണ് 2 എന്ന് കിട്ടി, വിച്ച് ഈസ് നോട്ട് ട്രൂ. അപ്പൊ 2, 1 എവിടെ ഇല്ല? ആ റിലേഷനകത്ത് ഇല്ല. എന്താണ്? 2, -3 ഉണ്ട്, -3, 1 ഉണ്ട്. ബട്ട് 2, 1 ആ റിലേഷനകത്ത് ഇല്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്തു. Therefore R is എന്താണ്? നോട്ട് ട്രാൻസിറ്റീവ്. ഇത് ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി. ഇതേപോലെ ഒത്തിരി എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിന് സമാനമായി ഇത് ട്രാൻസിറ്റീവ് അല്ല എന്നുള്ളതിന് മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? ചിന്തിക്കൂ. ചിന്തിച്ചതിന് ശേഷം കമന്റ് ബോക്സിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. ക്വസ്റ്റ്യൻ, ഇതുവരെ ചെയ്തതിന് സമാനമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ റിലേഷൻ R on the set of all real numbers given by R equal to ordered pair x, y such that x less than or equal to y cube.
show that the relation R is neither reflexive, transitive nor symmetric. വീണ്ടും ഒരു റിലേഷൻ, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ റിലേഷൻ വിച്ച് ഈസ് നോട്ട് റിഫ്ലെക്സീവ്, നോട്ട് ട്രാൻസിറ്റീവ്, നോട്ട് സിമെട്രിക് എന്ന് ചോദിച്ചാൽ ഈ എക്സാമ്പിൾ എഴുതാം. കഴിഞ്ഞ പ്രോബ്ലവും അതിന് എക്സാമ്പിൾ തന്നെയാണ്. സോ ഈ റിലേഷൻ ഇതൊന്നും അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം നേരത്തെ പറഞ്ഞ അതേ പരിപാടി, വെരി സിമ്പിൾ. 1/2, 1/2 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. ഒറ്റയടിക്ക് പറഞ്ഞൂടെ, വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എന്താണ് x, y എലമെന്റ് ഓഫ് ആർ ആകണമെങ്കിൽ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ക്യൂബ് ആയിരിക്കണം. അപ്പൊ 1/2, 1/2 എലമെന്റ് ഓഫ് ആർ ആണോ? ആകണമെങ്കിൽ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ദ ഹോൾ ക്യൂബ്. ഇത് ട്രൂ ആയിരിക്കണം. ഇത് ട്രൂ ആണോ? ട്രൂ അല്ല. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും? 1/8. 1/8 ചെറുതാണ് 1/2 എന്ന് കിട്ടി. തെറ്റ്. 1/2 ആണ് വലുത് കേട്ടോ. വേണമെങ്കിൽ ചെയ്തു നോക്കാം കാൽക്കുലേറ്ററിലൊക്കെ. സോ ഇത് തെറ്റാണ് ഈ ഇനിക്വാളിറ്റി. അതുകൊണ്ട് 1/2, 1/2 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. Therefore R is not reflexive. അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് സിമ്പിൾ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മതി. നെക്സ്റ്റ് സിമെട്രിക് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ. 1/2 എലമെന്റ് ഓഫ് ആർ ആണോ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ന്റെ ക്യൂബ് എന്താണ്? 8. 8 ചെറുതാണ് 1. ട്രൂ ആണ്. അപ്പൊ 1/2 എലമെന്റ് ഓഫ് ആർ ആണ്. തിരിച്ച് 2, 1 എലമെന്റ് ഓഫ് ആർ ആയിരിക്കുമോ? അല്ല. 2, 1 ആകണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിന്റെ ക്യൂബ്. 1ന്റെ ക്യൂബ് 1 തന്നെ. ഇത് ട്രൂ ആണോ? 1 ചെറുതാണ് 2. തെറ്റ്. അപ്പൊ ഇത് ട്രൂ അല്ല. അതുകൊണ്ട് 2, 1 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ എന്ന് പറയാം. Therefore R is not symmetric. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. അതിന്റെ എക്സാമ്പിൾ കണ്ടെത്തുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാനുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തില്ല. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ കിട്ടും. ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്. ഈ 1, 2, 3 ഒക്കെ നോക്കിയാൽ കിട്ടത്തില്ല. കുറച്ച് വലിയ ഒരു നമ്പർ എടുക്കേണ്ടതുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നോക്കിക്കോളൂ. 30,5. ഈ 30 എത്തിയാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ, ഒരു റിലേഷനിലെ ഒരു എലമെന്റ് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് എക്സാമ്പിൾ ഓർത്തിരുന്നാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ചെക്ക് ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. 30,5 ഈ റിലേഷനകത്തുണ്ടോ? ഞാൻ ഉണ്ട് എന്നാണ് എഴുതിയത്. നോക്കിക്കോളൂ, ശരിയാണോ? 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ക്യൂബ്. 5ന്റെ ക്യൂബ് അതല്ലേ ഇവിടുത്തെ റിലേഷൻ. രണ്ടാമത്തെ ക്യൂബ്. 5ന്റെ ക്യൂബ് എന്താണ്? 125. 125 ചെറുതല്ലേ 30 ആണ്. അപ്പൊ ഇത് റിലേഷനകത്തുണ്ട്. ഇനി മറ്റൊരു സംഗതി കണ്ടെത്തണം. അത് എന്തിൽ സ്റ്റാർട്ട് ചെയ്യണം? 5, എന്തായിരിക്കും? 5, ഇവിടെ എന്തെഴുതിയാൽ അത് റിലേഷനകത്ത് ഉണ്ടാകും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 3 എന്ന് എഴുതിയാൽ മതി. ശരിയാണോ? 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ക്യൂബ്. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 27 അല്ലേ? 3യുടെ ക്യൂബ് 27. അപ്പൊ 27 ചെറുതാണ് 5 എന്ന് കിട്ടി. അപ്പൊ 5, 3 ഈസ് ആൾസോ ഇൻ ദാറ്റ് റിലേഷൻ. അപ്പൊ 30, 5 ഉണ്ട്. നെക്സ്റ്റ് 5, 3 ഉണ്ട്. വിച്ച് ഇംപ്ലൈസ് നെക്സ്റ്റ് 30, 3 നമ്മുടെ റിലേഷനകത്തുണ്ടോ? എന്താണ് അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്? 30, 3 എന്ന് പറഞ്ഞാൽ 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ക്യൂബ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. ഇത് ശരിയാണോ? ശരിയാണെങ്കിൽ ആ റിലേഷനകത്തുണ്ട്. 27 ചെറുതാണ് 30 എന്ന് കിട്ടി. വിച്ച് ഈസ് റോങ്. തെറ്റ്. അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം 30, 3 ആ റിലേഷനകത്ത് ഇല്ല. 30, 5 ഉണ്ട്. 5, 3 ഉണ്ട്. നെക്സ്റ്റ് 30, 3 ആ റിലേഷനകത്ത് ഇല്ല. Therefore R is എന്താണ്? നോട്ട് ട്രാൻസിറ്റീവ്. അല്ലെ? ഈ ലാസ്റ്റ് കേസ് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. കാരണം പെട്ടെന്ന് നമുക്കൊരു എക്സാമ്പിൾ കണ്ടെത്താൻ അത്ര ഈസി അല്ല. ഇതൊരു സ്റ്റാൻഡേർഡ് പ്രോബ്ലം ആണ്. അതുകൊണ്ട് ആ എക്സാമ്പിൾ കാണാതെ പഠിച്ചാലും വിരോധമില്ല. വീണ്ടും നിങ്ങൾക്കൊരു ചലഞ്ച് തരുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു ഓർഡേർഡ് പെയർ, അതായത് ട്രാൻസിറ്റീവ് അല്ല എന്നുള്ളതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? കണ്ടെത്താൻ പറ്റിയാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് റിലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ്. ടെക്സ്റ്റിലെ ഫസ്റ്റ് എക്സസൈസിനെ ബേസ് ചെയ്ത് 16 പ്രോബ്ലംസ് ആണ് ഞാൻ 3 എപ്പിസോഡായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ 3 എപ്പിസോഡ് തറവായി പഠിച്ചു കഴിഞ്ഞാൽ ഈ പോർഷനിൽ നിന്ന് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. യാതൊരു സംശയമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് പോർഷൻ, ഫസ്റ്റ് പോർഷൻ എന്തായിരുന്നു? ടൈപ്സ് ഓഫ് റിലേഷൻ. നെക്സ്റ്റ് പോർഷൻ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. Wait for the next class. Till then, bye bye.